ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പുതിയൊരു ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മൂവി ഡയലോഗ് ചാലഞ്ച്. ജിനീഷും ജിതിനും അവിടെ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ റാൻഡം ആയിട്ട് ഇവിടെ ഉള്ളവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന്റെ ആൻസർ മൂവി ഡയലോഗിലായിരിക്കണം. കറക്റ്റ് മൂവി ഡയലോഗ് അല്ലെങ്കിലും ഏകദേശം റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓൾട്ടർ ചെയ്തിട്ടൊക്കെ പറയാം. വേണമെങ്കിൽ പാട്ടും പാടി ആൻസർ പറയാം, സിനിമാ പേരും പറയാം. കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞില്ലെങ്കിൽ മുളകാണ് പണിഷ്മെന്റ്. മുളക് കഴിക്കണം, ഇല്ലെങ്കിൽ ഐസ് ക്യൂബ് കഴിക്കണം. ഇതാണ് പണിഷ്മെന്റ്. അതാണ് പണിഷ്മെന്റ്. അത് അവർക്ക് ചൂസ് ചെയ്യാട്ടോ. ഇവിടെ ഇപ്പൊ ജിതിനും ജിനീഷും ഉണ്ട്, അഭിലാഷിത ഇവിടെ കിടന്നുകൊണ്ടിരിക്കുന്നു, പിന്നെ ഞങ്ങളും ഉണ്ട്. നമ്മളായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഞങ്ങൾ വേറൊരു ചാലഞ്ച് ആയിരുന്നു പ്ലാൻ ചെയ്ത്, പക്ഷെ അത് പകുതിയില്ല, തുടക്കത്തിൽ പോയി. അപ്പൊ നമ്മള് ഇതാക്കി ഈ ചാലഞ്ച്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടന്നാ മതിയോ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. വാവ ഇങ്ങനെ ഇളക്കി ഇളക്കി നിന്നാ മതിയോ? വറ വറ അത് അത്രയ്ക്ക് ഒക്കെ അല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. മാളെ ഒരു ചായ എടുക്കട്ടെ. അതിനുള്ള ഏറ്റവും നല്ല മറുപടി ആയിരുന്നത് വേണ്ടി വന്നേക്കും. ഓക്കെ, ഇവര് രക്ഷപ്പെട്ടിരിക്കണോ? മാളെ ഈ ബിരിയാണി കൊളായ നീ എന്ത് ചെയ്യും? പോയി മാളെ തോറ്റു. ഐസ് ക്യൂബ് വേണോ പച്ചമുളക് വേണോ? വീട്ട ജിനീഷിനോട് ചോദിക്കേ. ചോദിക്കും മാള. അതെ, കുറച്ച് കാണുന്ന സ്ഥലത്ത് വെച്ച് ഉള്ളിലിടണേ. അമ്മു, നാട്ടിൽ പോയി കോഴിക്കോട് പോകുന്നതിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം? വളരെ മോശം അഭിപ്രായം. അതെ, വളരെ മോശം നല്ല അഭിപ്രായം. ശരി, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. മോശം അഭിപ്രായം എന്ന് പറഞ്ഞേ ജനറിക് ആയിട്ടുള്ള മറുപടി ആയി പോയി. ഇതൊക്കെ എന്ത്? UK വന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം? ശരിയാ, മഴ ദാ വന്നു ദാ പോയി, വെയില് ദാ വന്നു ദാ പോയി. ഡയലോഗ് എല്ലാം സുരേഷ് ഗോപിയുടെ ഡയലോഗ്. ഞാൻ കോടീശ്വരൻ. ഞാൻ നിന്റെ ഭാര്യയല്ലേ മാവേ? അതിലൊന്നും എനിക്ക് പങ്കില്ല. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല അമ്മോ. കടിക്ക് ആ വായ കാണിച്ച് കാണട്ടെ. അതിന് ഇറക്കിക്ക്, ചവച്ചിറക്ക്. അഭിലാഷ് വെറുതെ ഇരിക്കാതെ പോയി പണിയെടുക്ക്. മാളനെ പോലെ തന്നെ ഉണ്ട്. അതെന്താ ബീഫ് ഇറക്കി താടി മീശ ഉണ്ടോ? ഓക്കെ കിട്ടിപ്പോയി. നിന്റെ ഭാര്യ ഹിന്ദി ടീച്ചർ അല്ലെങ്കിൽ PG ആയിരിക്കുന്നു. നീ ഇവിടെ UK സർവീസ് ചെയ്യുന്നത്. നീ എങ്ങനെ ദാമ്പത്യം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിന്റെ തീരുമാനം? അഭിലാഷ്, that was a good move. Okay. അല്ല, ഞങ്ങളെല്ലാരും നീ ഞങ്ങള് 2K വലിയ പുതിയ ടീമുകള്. പക്ഷെ നിന്റെ UK യുടെ ഒരു സാധനം അതെന്താ?
മുളക് വേണോ ഐസ് വേണോ? 1 2 3 നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ പറയാനുണ്ടോ? പാലും പഴം ബാക്കി ഞാൻ ഇവരെന്താ വൈബ് തന്തയും തന്ത വൈബും തിരിച്ചറിയില്ല. ഓക്കെ അത് വേണം. നമ്മൾ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാം, വിഷയമല്ല. കുറച്ച് ടൈം തന്നെ കേട്ടോ. ഓക്കെ ഇച്ചിരി കാര്യങ്ങൾ പറയട്ടെ, ചോദിക്കട്ടെ എന്തെങ്കിലും പറഞ്ഞോ? ചോദിക്ക്. ഓക്കെ. Who cooks better? നിങ്ങൾ ആരാണ് നന്നായി കുക്ക് ചെയ്യുക? പോട്ടെ, ഇല്ലെങ്കിൽ രണ്ടുപേരും 5 വർഷം. ഞാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയട്ടാ. അത് സിനിമ ഡയലോഗാ, ഞാൻ പോയി. എന്തോ എങ്ങനെ ആരെന്നെ വിളിച്ചു. നിന്നെ എന്നെ വിളിച്ച് ഞാൻ അത് പറയാൻ എന്റെ വിനയം എന്നെ അനുവദിക്കുന്നില്ല. അതുണ്ട്. അതുണ്ട്. ഞാനോ എനിക്കൊന്നും പറഞ്ഞു. മറ്റേതില്ലേ ഇവര് പരമ്പരാഗതമായി മറ്റേ അരിവിപ്പ് ഫാമിലിയാണ്. അരിവിക്കൽ തറവാട്ട് അങ്ങനെയല്ലേ ഡയലോഗ്? മറന്നുപോയി. ഞങ്ങൾ പിന്നെ പരമ്പരാഗതപരമായി വലിയ വെപ്പുകാരാണല്ലോ. എന്റെ അച്ഛൻ അച്ഛൻ ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാം. പരമ്പരാഗതമായി ഇവൾക്ക് പനിഷ്മെന്റ് ആയിട്ട് മറ്റേ ഡയലോഗ് കൊടുത്താലോ? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും അരിച്ചു പറക്കി. ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. അത്രയല്ലോ. അപ്പൊ അരിമണി എവിടെയാണ്? അരിച്ചു പറക്കുന്നതാണ്. ഓ, തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും അരിച്ചു പറക്കി. ഇനി രാമൻ നായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ആണ് ഇവിടുത്തെ അരി വെക്കാൻ സ്പെഷ്യലിസ്റ്റ്. അതെ, പണ്ടേ അരിവെപ്പ് എനിക്കിഷ്ടമാണ്. രണ്ടുപേരുടെയും കൂടിയാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെ റിയാക്ഷൻ ഞാൻ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി അഭിലാഷിന്റെ അഭിപ്രായം എന്തായിരുന്നു ഇങ്ങനെ ഒരു ബർത്ത്ഡേ സർപ്രൈസിനെ കുറിച്ചുള്ള? ഇത് എനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായി പോയതാണോ? ജിബിച്ചേട്ടൻ കേൾക്കണ്ടെന്ന് മാത്രമാണ് ആ വീഡിയോയിൽ ശരിക്കും സർപ്രൈസ് ആയത്. നിന്റെ റിപ്ലൈ എന്താ? മനോഹരമായിരുന്നു. അരവിന്ദ് കല്യാണം കഴിക്കുമ്പോ ഇതിൽ ആർക്കാണെങ്കിലും ആൻസർ പറയാട്ടോ. അവനോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഉപദേശം. നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. നീയും കഴിപ്പിച്ച് വെച്ച മുസ്ലിം പവർ. ഇന്നലെ ഇവൻ, ഇന്ന് ഞാൻ, നാളെ അളിയാ അളിയനെ വരി കൂട്ടിയിട്ടോ? ഇല്ല, കുട്ടി പാമ്പിട്ടു. അതിലായിട്ടല്ലോ. പോയേ 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 പോയേ. ഉണ്ണി ഇങ്ങനെ ഫോണും നോക്കി കിടന്നാ മതിയോ? നീ റെഡി എന്നോട് ചോദിക്കാൻ? ഞാൻ നിന്റെ തന്തയുടെ തന്ത. വാവേ, നിന്റെ ഈ ബിരിയാണി ഇത്ര ടേസ്റ്റ് ഉണ്ടാവാൻ കാരണം എന്താ? സീക്രട്ട്? ഈ ബിരിയാണി എല്ലാം മുന്നുണ്ടാക്കിയ ഫുഡൊക്കെ എന്ത് ചെയ്യാൻ, ദൈവം കഴിവ് വാരിക്കോരി തന്നു. കുഞ്ഞുങ്ങളെല്ലാം ഇത്ര പെട്ടെന്ന് സെറ്റ് ആവുന്നത്. അഭിലാഷ കുറച്ചും കൂടി പാത്രങ്ങൾ എടുക്കട്ടെ കഴുകാൻ. ഞാനെന്താ തിരുമ്പോ കുപ്പിയിൽ വന്ന ഭൂതോ പറയാ? ഞാൻ തിരുമ്പോ പണി തരാനായിട്ട്. അഭിലാഷ ഒരു ക്വസ്റ്റ്യൻ കൂടി. എന്താ? നിനക്ക് ഈ ജോലി ഇഷ്ടാണോ? ഇതെങ്ങനെ പോണ്ട് പാത്രം കഴുകൽ? This is not a job. This is പാത്രം മോറൽ. ചോദിക്കുമ്പോഴേക്കും കൊണ്ട് കൊടുക്കാൻ. നമ്മൾ ഒരേ കോളേജിൽ പഠിച്ചു. 2018 14 15 16 17
ചോദിച്ചാ നിനക്ക് എന്താ തോന്നുന്നത്? ആ ഓരോരോ ബാധ്യതകൾ വന്ന് കേറും. പിന്നെ ഒഴിച്ചിടാനേ അവിടുത്തെ പാട്. മറുപടിയാണ് പ്രതീക്ഷിച്ചേ. ഉണ്ണിയുടെ കയ്യിൽ എത്ര കാശുണ്ട്? പൈസ ഇല്ല കയ്യിലൊരു പൈസ മഞ്ചല്ല നഞ്ച്. മഞ്ചല്ലടാ, മഞ്ച്. മഞ്ച്. ചേട്ടന് നേരത്തെ നമ്മളപ്പോ വീഡിയോയുടെ എൻഡ് ചെയ്യാൻ പോവാട്ടോ. ചാലഞ്ച് അടിപൊളിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ഫ്ലോപ്പ് ആയി പോയി. എന്നിട്ട് രണ്ടാമത് നമ്മൾ കുറച്ചും കൂടി മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി ചെയ്ത. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല ഫണ്ടായിരുന്നു കേട്ടോ. നമ്മള് ഇതൊരു ഭയങ്കര കാഷ്വൽ വ്ലോഗാ. ഇവിടെ നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്ന അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒന്നുമല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സെറ്റപ്പാ. ഏറ്റവും അടിപൊളി ആയിരുന്നത് എന്തായിരുന്നു? തുടങ്ങുമ്പോ പറഞ്ഞ പണിഷ്മെന്റ് അല്ലായിരുന്നു, അതും കുറച്ച് മാറ്റം വരുത്തി. ഇനി ഇതിലും അടിപൊളി പണിഷ്മെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അല്ല മോളെ? പുതിയ പുതിയ ചാലഞ്ച് വീഡിയോ നിങ്ങൾക്ക് എന്താ ഞങ്ങൾ ചെയ്യണം താല്പര്യം ഫാമിലികൾക്കും എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന പണിഷ്മെന്റ്സ് മാത്രം നിങ്ങൾ അപ്പൊ ഇനി ഇതിലും അടിപൊളിയായിട്ട് വീഡിയോസ് ചാലഞ്ച് ആയിട്ട് നമ്മൾ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് കമന്റ് ചെയ്യണം. അപ്പൊ അത്രയല്ലോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.